ഹായ് ശ്രീസലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ J1 EAD കുറിച്ച് പറഞ്ഞിരുന്നു, J2 EAD കുറിച്ച് പറഞ്ഞിരുന്നു. ഈ എപ്പിസോഡിൽ എന്താ വെച്ചാൽ ഞങ്ങൾ വേവറിന് അപ്ലൈ ചെയ്തിരുന്നു. J1കാർക്ക് വേവർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്താണ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഉള്ള ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അമൂല്യ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ J1 വേവറിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്, വേവർ അപ്ലൈ ചെയ്യാൻ എത്ര നാൾ പിടിക്കും ഇത് കിട്ടാൻ, അപ്പോൾ അതൊക്കെ നമുക്ക് അമൂല്യോട് ചോദിച്ചു നോക്കാം. അപ്പോൾ അമൂല്യ, എന്താണ് ഈ J1 വേവർ? അപ്പോൾ ഞങ്ങൾ ഈ ജെവിസയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജെവിസയിൽ വരുന്നവർക്ക് മെജോറിറ്റി ആൾക്കാർക്കും ഒരു 2 year ഹോം റെസിഡൻസി റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ നമുക്ക് ജെവിസയിൽ നിന്ന് വേറെ ഏത് വിസയിലേക്ക് മാറണമെങ്കിലും, US ജെ അല്ലാത്ത ഏത് വിസയിൽ തുടരണമെങ്കിലും നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോയി 2 year ഇന്ത്യയിൽ നിന്നിട്ടേ തിരിച്ചു വന്നിട്ടേ നമുക്ക് ഈ വേറെ വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വേവർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതിനെയാണ് ഹോം റെസിഡൻസി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോം റെസിഡൻസി റിക്വയർമെന്റിനെയാണ് നമ്മൾ വേവ് ഓഫ് ചെയ്യണേ. അപ്പൊ ഇത് വേണ്ടാന്ന് വെക്കാം നമുക്ക്. അതിന് പക്ഷെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ആ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്താൽ ഈ 2 year ഹോം റെസിഡൻസി റിക്വയർമെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ജെ വിസയിൽ നിന്ന് വേറെ ഏതെങ്കിലും വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് എല്ലാ J1 സ്റ്റാറ്റസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ വേവറിന്റെ? അതായത് ഇപ്പോൾ ഏത് ടൈപ്പ് J1 ടൈപ്പ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലേ? ഈ ഹോം റെസിഡൻസി റിക്വയർമെന്റ് 212E എന്നാണ് അതിനെ പറയാ. ഈ ഹോം റെസിഡൻസി റിക്വയർമെന്റ് നിങ്ങളുടെ വിസയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. ഈ വേവർ പ്രോസസ് ചെയ്യേണ്ടി വരും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് J1 അപ്ലിക്കന്റ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോരുത്തരും ചെയ്യണ രീതിയും ഓരോ വിസ കാറ്റഗറിക്കുള്ള ഓരോ ജെ വിസ കാറ്റഗറിക്കുള്ള ആൾക്കാരുടെയും പ്രോസസ്സ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നമ്മളെങ്ങനെയാണ് അത് ഇനീഷ്യേറ്റ് ചെയ്തത്? ഫസ്റ്റ് എത്ര സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു ഈ വേവറിന്? അപ്പോ നമ്മൾ ചെയ്തിരിക്കേണ്ടത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള വേവർ പ്രോസസ്സിംഗ് ആണ്. വേറെ ടൈപ്പ് ഉണ്ട്. ലൈക്ക് നമുക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡോക്ടേഴ്സിന് വേറെ തന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണത് മെജോറിറ്റി ആൾക്കാരും എസ്പെഷ്യലി പോസ്റ്റ് ഡോക് അങ്ങനെയൊക്കെ എഞ്ചിനീയേഴ്സ് ആയിട്ട് J1 വിസയിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയിട്ട് J1 വിസയിൽ വരുന്നവർക്കൊക്കെ ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള പ്രോസസ്സാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത്. ഓക്കെ. അപ്പൊ ഇത് എത്ര ഈ J1 വേവർ നമുക്ക് എത്ര സ്റ്റെപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം? അപ്പൊ ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള J1 വേവർ പ്രോസസ്സിന് 3 സ്റ്റെപ്സ് ആണ് അതിലുള്ള. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഈ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ നിയറസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഏതാണോ US കോൺസുലേറ്റ് അവരാണ് അവരുടെ ത്രൂ ആ ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മള് ഈ നമ്മളുടെ കോൺസുലേറ്റിൽ നിന്നും ഒരു കുറച്ച് അറ്റസ്റ്റഡ് ഡോക്യുമെന്റ്സ് കിട്ടണം നമുക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ US കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ ലിങ്ക് ശ്രീജിത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. അപ്പോൾ ഞങ്ങളുടെ ഹ്യൂസ്റ്റൺ കോൺസുലേറ്റ് ആണ്. അപ്പൊ ഹ്യൂസ്റ്റൺ കോൺസുലേറ്റിന്റെ മിസ്സലേനിയസ് അപ്ലിക്കേഷൻ ആണിത്. അപ്പോൾ US കോൺസുലേറ്റ് വഴി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ ഇത് ഒരു മിസ്സലേനിയസ് പ്രോസസ്സിന്റെ അണ്ടറിലാണ് ഈ ജെ വിസയുടെ ഇത് വരിക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മള് ഈ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഒരു അഫിഡവിറ്റും ബയോഡേറ്റയും ഈ അറ്റസ്റ്റേഷനുള്ള റിക്വസ്റ്റ് ഫോമും ഉണ്ടാവും. ഈ 3 ഫോം ഡൗൺലോഡ് ചെയ്യണം. ഈ 3 ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഹ്യൂസ്റ്റൺ ആയതുകൊണ്ട് ഹ്യൂസ്റ്റൺ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും റീജിയൻ ആണെങ്കിൽ ഏതാണോ നിങ്ങളുടെ റീജിയൻ അതിന്റെ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. എന്താ വെച്ചാൽ ഫോംസ് ചെറിയ മൈനർ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് അതിൽ വരുന്നത് ബയോഡേറ്റയിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും. പേര്, നമ്മളുടെ നാട്ടിലെ അഡ്രസ്സ്, ഇവിടുത്തെ അഡ്രസ്സ്, നാട്ടില് നമ്മളുടെ നെക്സ്റ്റ് ഓഫ് കിൻ. ഇപ്പൊ എൻ്റെ നെക്സ്റ്റ് ഓഫ് കിൻ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ അഡ്രസ്സ്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അതാണ് ബയോഡേറ്റ. അഫിഡവിറ്റ് എന്ന് പറയുന്നത് എനിക്ക് നാട്ടിൽ ലോണുകളോ അല്ലെങ്കിൽ ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ ഫോമാണ്. ഇതിപ്പോ നമുക്ക് ലോൺ ഉണ്ട് വെച്ചാൽ അതും അതിൽ എനിക്ക് ഇന്ന ലോൺ ഉണ്ട് എന്ന് കാണിക്കണം. അപ്പൊ ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഈ വിസയുടെ അപ്ലിക്കേഷൻ
ഫോം ഉണ്ടാവും. അത് കോൺസുലേറ്റിനുള്ള അപ്ലിക്കേഷൻ ഫോമാണ്. അപ്ലിക്കേഷൻ ഫോമിലും നമ്മളുടെ ഡീറ്റെയിൽസ് എഴുതി നമ്മളുടെ ഒരു US പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ട് ഈ ബയോഡേറ്റയും അഫിഡവിറ്റിൻ്റെയും 4 കോപ്പി വീതം നമുക്ക് വേണം. 4 കോപ്പി എടുത്തിട്ട് ഈ 4 കോപ്പിയും നമ്മൾ ഫില്ല് ചെയ്ത് ഇത് നോട്ടറൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ HR നോട്ടറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ HR ആണ് അത് നോട്ടറൈസ് ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഏരിയയിൽ അറ്റോർണീസ് ആവാം. നോട്ടറൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്ക് വേണമെങ്കിലും നോട്ടറൈസ് ചെയ്തിട്ട് ഈ 4 കോപ്പിയും ഈ മെയിൻ റിക്വസ്റ്റ് പേജും വെച്ചിട്ട് ഞാൻ സെൻഡ് ചെയ്ത സമയത്ത് ഒറിജിനൽ പാസ്പോർട്ടും കൂടെ അയക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒറിജിനൽ പാസ്പോർട്ട് വേണ്ട, അതിന്റെ അറ്റസ്റ്റഡ് കോപ്പി മതി എന്ന് വെബ്സൈറ്റിൽ ഞാൻ കണ്ടു ഈ അടുത്ത്. അതും പിന്നെ വേറെ അതിലൊരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്. നമ്മളുടെ DS 2019 അഡ്രസ് പ്രൂഫ്, US അഡ്രസ് പ്രൂഫ്, ഇതെല്ലാം അതിലൊരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിസ്റ്റിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളുടെ എംബസിയിലേക്ക് അത് അയക്കും. എന്നിട്ട് എംബസി എന്താ ചെയ്യുക വെച്ചാൽ ഈ 4 കോപ്പികളിൽ ഒരു കോപ്പി അവര് വെക്കും, ബാക്കി 3 കോപ്പിയും അവർ അറ്റസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കും. അപ്പൊ ഇതാണ് സ്റ്റേജ് 1. അപ്പൊ ഈ 3 കോപ്പി നമുക്ക് കിട്ടിയാൽ വി ആർ ഡൺ വിത്ത് സ്റ്റേജ് 1. അത് മൊത്തം ഇവിടെ യുഎസിലുള്ള പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയാണ്? സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തന്നെയാണ് പറയാ, NOC തന്നെയാണ് പറയാ. നോ ഒബ്ജക്ഷൻ ടു റിട്ടേൺ ടു ഇന്ത്യ എന്നാണ്. അതൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷെ അതിന്റെ പേര് എന്ന് പറയുന്നത് NORI, നോ ഒബ്ജക്ഷൻ ടു റിട്ടേൺ ടു ഇന്ത്യ. കോമൺ ആയിട്ട് ഒരു സ്ലാങ് നോറി എന്ന് അതിനെ വിളിക്കും. അപ്പൊ നോറി കിട്ടുക വേണ്ടേ. അപ്പോൾ നോറി നമുക്ക് കിട്ടേണ്ടത് MHRD കിട്ടണം, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ കിട്ടണം, പിന്നെ നമ്മുടെ നിയറസ്റ്റ് പാസ്പോർട്ട് ഓഫീസിൽ നിന്നും കിട്ടണം. നമ്മുടെ ഏത് പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണോ നമ്മളുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കണേ ആ പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള നോറി കിട്ടണം. അതിന് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് സെൻഡ് ചെയ്യണം? എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫയലുകളാണ് അങ്ങോട്ട് അയക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫയലുകളിൽ ഇപ്പൊ നമ്മളുടെ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഇത് 3 ഇതിലേക്കാണ് പോണ്ടേ. പിന്നെ അത് കൂടാതെ ഇപ്പോ MHRDയിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും പാസ്പോർട്ട് ഓഫീസിലേക്കും ഉള്ളതാണ് ഈ 3 കോപ്പി എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ ഇതുണ്ട്. ഇതിന്റെ ഒപ്പം അയക്കാനുള്ള ഫോമുകളല്ല, ഒപ്പം അയക്കാനുള്ള ഡോക്യുമെന്റ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓരോന്നും എങ്ങനെയാന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് തിങ് ഇസ് MHRDയുടെ പ്രോസസ്സിംഗ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഏറ്റവും സിമ്പിൾ ആണ്. കാരണം they already have a website for that. അപ്പൊ അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ലിങ്കും വിൽ പ്രൊവൈഡ് ഇറ്റ്. അപ്പൊ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. ഓരോ പേജിലും പോയാൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. അതിൽ ഓരോ നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സും അതിൽ അപ്ലോഡ് ചെയ്യുക വേണ്ടു. നമുക്ക് സ്കാൻ ചെയ്ത്, ഇപ്പോൾ നമുക്ക് ഈ ഫിസിക്കൽ കോപ്പി കിട്ടിയത് സ്കാൻ ചെയ്തിട്ട് പിന്നെ വേറെ ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ പ്രോസസ്സിംഗ് നടക്കും. അതാണ് MHRDയുടെ. ഈ MHRDയുടെ റിപ്ലൈയും ഈ പോർട്ടൽ വഴി തന്നെയാണ്. പോർട്ടലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി നോക്കണം നമ്മുടെ അത് അപ്രൂവ് ആയോന്ന്. കയറി അത് അവർ ബൾക്കായിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് കിട്ടിയ MHRDയുടെ നോറി എന്ന് പറയണത് അതിലൊരു 30 പേരുടെ ഒരുമിച്ച് ഒറ്റ ഡോക്യുമെന്റ് ആയിരുന്നു. അപ്പോൾ ആ ഡോക്യുമെന്റ് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഇസ് പാസ്പോർട്ട് ഓഫീസ്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കൊച്ചി പാസ്പോർട്ട് ഓഫീസിൽ നിന്നായിരുന്നു. അപ്പോൾ കൊച്ചി പാസ്പോർട്ട് ഓഫീസിലേക്ക് സേ ഹായ് ആൻഡ് ലീവ്. നീ പൊക്കോ അകത്ത് പോയി കളിക്ക. അപ്പോൾ നിയറസ്റ്റ് പാസ്പോർട്ട് ഓഫീസ് കൊച്ചി പാസ്പോർട്ട് ഓഫീസാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രയല്ല, പാസ്പോർട്ട് ഓഫീസിലേക്കാണ്. എവിടുന്നാണോ പാസ്പോർട്ട് നമ്മുടെ ഇഷ്യൂ ചെയ്തേക്കണേ അവിടേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഈ പാസ്പോർട്ട് ഓഫീസിലേക്ക് അയക്കേണ്ടത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയ അഫിഡവിറ്റ്, പിന്നെ ബയോഡേറ്റ, ഇത് രണ്ടും നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയല്ലോ. പിന്നെ അത് കൂടാതെ പാസ്പോർട്ടിന്റെ പേജസ്, പാസ്പോർട്ടിന്റെ വിസ പേജ്, DS 2019. പിന്നെ അഡീഷണൽ ആയിട്ട് വേണ്ടത് എന്താ വെച്ചാൽ
എൻ്റെ അച്ഛൻ്റെ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓഫ് കിൻ ആയിട്ട് ബയോഡേറ്റയിൽ കൊടുത്തിരുന്നത് എൻ്റെ അച്ഛൻ്റെ പേരാണ്. ഓക്കെ അപ്പോൾ അച്ഛൻ്റെ ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ അപ്പോൾ അവരവിടെ നിൽക്കണോ, അവര് US കണ്ടിന്യൂ ചെയ്യണോണ്ടോ ഉം. എനിക്ക് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ളൊരു ഓക്കെ ഒരു മനസ്സിലായി. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, നോ ഒബ്ജെക്ഷൻ ലെറ്റർ. ഉം, ഉം. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് ഇതെല്ലാം വെച്ചിട്ട് പാസ്പോർട്ട് ഓഫീസിന്റെ അഡ്രസ്സിലേക്ക് ഫിസിക്കൽ കേരള കൊച്ചി പാസ്പോർട്ട് ഓഫീസിലേക്ക് ഫിസിക്കലായിട്ട് ഇത് അയക്കേണ്ടി വന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ ചിലപ്പോൾ ഈ പ്രൊസീജിയർ മാറിയിട്ട് അവർ ഓൺലൈനായിട്ട് ഇമെയിൽ വഴി അയക്കാന്നുള്ളതും ഓപ്ഷൻസ് ഉണ്ട് ചില പാസ്പോർട്ട് ഓഫീസുകളിൽ. അപ്പൊ നമ്മൾ കൊച്ചിയിൽ ഡയറക്റ്റ് അയക്കുക ചെയ്തേ? അതെ. അപ്പൊ അച്ഛന്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ അച്ഛൻ്റെ കിട്ടിയിട്ടുള്ള ഓ ലെറ്റർ ഓക്കെ. എങ്ങനെ കിട്ടിയേ? അത് നമുക്ക് ഒന്നെങ്കിൽ US ഇതെല്ലാം ആക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊച്ചിയിലേക്ക് അയക്കാം, അച്ഛൻ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് അയക്കാം. അതൊരു ഓപ്ഷൻ. ഓക്കെ ബട്ട് ബെറ്റർ ഓപ്ഷൻ ഇസ് ഉം. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാശും സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും പിന്നെ അച്ഛനുള്ള നോ ഒബ്ജെക്ഷൻ ലെറ്ററും ഒക്കെ എഴുതിയിട്ട് ഒപ്പിടാൻ മാത്രം ഉള്ള അച്ഛന് സ്പേസ് സെറ്റ് വിട്ടിട്ട് എല്ലാ ഡോക്യുമെന്റ്സും 2 പാക്കേജ് ആയിട്ട് സെറ്റ് ആക്കിയിട്ട് ഈ ഫുൾ പാക്കേജ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു. എന്നിട്ട് അച്ഛനാണ് ഇത് 2 പാക്കേജ് ആയിട്ട് ഓരോ പാസ്പോർട്ട് ഓഫീസിലേക്കും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും അയച്ചത്. അപ്പൊ പാസ്പോർട്ട് ഓഫീസിലേക്ക് ഒരു സെറ്റ് അയച്ചു, അതേപോലെ സെക്രട്ടേറിയറ്റിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയക്കേണ്ടത്. അതിന്റെ അതേ ഞങ്ങൾ യൂസ് ചെയ്ത അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് രണ്ടും അപ്പോൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് വെച്ചു, ഒരു സെറ്റ് പാസ്പോർട്ട് ഓഫീസിലേക്ക് വെച്ചു അച്ഛൻ, ഒരെണ്ണം സെക്രട്ടേറിയറ്റിലേക്ക് വെച്ചു. ഇത് രണ്ടും അയച്ചിട്ട് ഒന്ന് തിരുവനന്തപുരത്തേക്ക് വെച്ചു. ഇത് അയച്ചൊരു 1 വീക്കിനുള്ളിൽ ഞങ്ങളുടെ വീട്ടില്, എൻ്റെ വീട്ടില് എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ്റെ അഡ്രസ് ആണല്ലോ കൊടുത്തിരുന്നത്, അപ്പൊ എൻ്റെ വീട്ടിലും പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലും പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായി. അവര് വന്നിട്ട് മെയിൻ ആയിട്ട് അവർ ചോദിച്ചത് എന്തെങ്കിലും ലോണുകൾ ഉണ്ടോ, വേറെ ഏതെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സിമ്പിൾ വെരിഫിക്കേഷൻ ആയിരുന്നു. അവര് വന്നു, അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അവരത് വെരിഫൈ ചെയ്ത് അവര് തിരിച്ചുപോയി. എന്നിട്ട് അവരുടെ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് അവരയക്കണം, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവര് റിപ്പോർട്ട് തിരിച്ചയക്കണം. അത് അവരുടെ ഈ പാസ്പോർട്ട് ഓഫീസിലും സെക്രട്ടേറിയറ്റിലും കിട്ടിയാൽ അവര് ഇഷ്യൂ ചെയ്യും, അവരുടെ നോറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോ പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള നോറി എനിക്ക് ഇമെയിൽ വഴിയാണ് കിട്ടിയത്. സെക്രട്ടേറിയറ്റിൽ നിന്നുള്ളത് എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് റിപ്ലൈ ഒന്നും വരാഞ്ഞപ്പോ നമുക്ക് മെയിലായിട്ടും കിട്ടി, ഫിസിക്കലായിട്ടും കിട്ടി. ഇല്ല, പാസ്പോർട്ട് ഓഫീസിന്റെ ഇമെയിൽ വഴി മാത്രമാണ് കിട്ടിയത്. സെക്രട്ടേറിയറ്റിന്റെ ഒരു ഇമെയിൽ ID തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് എനിക്കൊരു ഇമെയിൽ ID കിട്ടി. ആ ഇമെയിൽ IDയിലേക്ക് ഞാൻ ഡിലേ ആയപ്പോ അതിന്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ട് വേറെ ഒരു ഫ്രണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമിൽ അപ്ലൈ ചെയ്തിരുന്നു. അവർക്ക് ഒരു 3 ആഴ്ചക്കുള്ളിൽ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ചക്കുള്ളിൽ അവർക്ക് സാധനം കയ്യിൽ കിട്ടി. ഇമെയിൽ വഴിയും കിട്ടി, ഫിസിക്കൽ കോപ്പിയും കിട്ടി. അപ്പൊ എനിക്ക് കിട്ടാഞ്ഞപ്പോ ഞാൻ ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ആ ഇമെയിലിന് റിപ്ലൈ ആയിട്ട് സോഫ്റ്റ് കോപ്പി അയച്ചു തന്നു. പിന്നെ അത് കൂടാതെ ഹാർഡ് കോപ്പി ആയിട്ട് ഉള്ളത് എൻ്റെ US അഡ്രസ്സിലേക്കും കിട്ടി. അപ്പൊ ഇപ്പൊ എൻ്റെ 3 നോറി ഫോംസ് ആണുള്ളത്. MHRD എന്നുള്ള നോറിയും പാസ്പോർട്ട് ഓഫീസ് എന്നുള്ളതും സെക്രട്ടേറിയറ്റ് എന്നുള്ള നോറിയും എനിക്ക് കിട്ടി. ഇതാണ് സെക്കൻഡ് സ്റ്റേജില്. ഈ 3 പേപ്പറും കൂടി നമ്മുടെ കയ്യിൽ കിട്ടി. അടുത്തതാണ് നമുക്ക് ഉടൻ തന്നെ തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കിട്ടിയതെല്ലാം കിട്ടിയ ഇപ്പൊ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് ഈ എല്ലാ നോറി ഫോംസും കിട്ടിയാൽ നമുക്ക് തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാം. US ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അത് നമ്മൾ ആദ്യം അവരുടെ വെബ്സൈറ്റിൽ ഈ J1 വേവറിനുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയ അവിടുന്ന് ഒരു നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് ഡേറ്റ ഫില്ല് ചെയ്യണം. ആ ഡേറ്റ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു പാക്കറ്റ്, ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ PDFന്റെ നമ്മൾ പ്രിന്റ് എടുത്ത് ആ PDFൽ 2 സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഒരു സെറ്റ് US ഡിപ്പാർട്ട്മെന്റിന് അയക്കാനുള്ളതാണ്, മറ്റേ ഒരു സെറ്റ് വീണ്ടും നമ്മുടെ എംബസിയിലേക്ക് അയക്കണം. അതിൽ തന്നെ വേറെ ഏതൊക്കെ ഫോംസ് ആണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒക്കെ ഫുൾ ലിസ്റ്റ് അതിലുണ്ടാവും. എല്ലാ
ഡീറ്റെയിൽസും ആ ഒരു PDF ഉണ്ടാവും. എന്നിട്ട് ഈ പാക്കറ്റ് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ഈ ഫസ്റ്റ് സെറ്റ് US ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക. സെക്കൻഡ് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നമുക്ക് എംബസിയിലേക്കാണ് അയക്കേണ്ടത്, കോൺസുലേറ്റിലേക്ക്, US കോൺസുലേറ്റിലേക്ക്. കോൺസുലേറ്റിലേക്ക് അയക്കേണ്ട ഡോക്യുമെന്റ്സിന്റെ കൂടെയാണ് നമ്മൾ ഈ 3 നോറി ഫോംസ് വെക്കേണ്ടത്. എന്താ വെച്ചാൽ US ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ നാട്ടിലെ പ്രൊസീജിയേഴ്സ് അറിയാത്തതുകൊണ്ട് നമ്മുടെ എംബസിയാണ്, നമ്മുടെ കോൺസുലേറ്റ് ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ കോൺസുലേറ്റിനാണ് നമ്മൾ ഈ 3 ഫോമുകൾ അയച്ചു കൊടുക്കുക. ഈ 3 ഫോമും പിന്നെ പാസ്പോർട്ടിന്റെ പേജ്, DS-2019 എല്ലാം കൂടി വെച്ചിട്ട് വീണ്ടും ഒരു നോറി സ്റ്റേജ് 3 ഫോം ഉണ്ട്, അതും ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ചിട്ട് നമ്മളിത് നമ്മുടെ കോൺസുലേറ്റിന് അയച്ചു കൊടുക്കും. എന്നിട്ട് കോൺസുലേറ്റ് ആണ് ഒരു പേപ്പർ, നോ ഒബ്ജക്ഷന്റെ പേപ്പർ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിലേക്ക് അയക്കേണ്ടത്. അപ്പൊ അവർക്ക് ഈ കോൺസുലേറ്റ് എന്നുള്ള ഡോക്യുമെന്റ് കിട്ടിയാൽ അവര് നമ്മുടെ പ്രോസസ്സിംഗ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം, ട്രാക്ക് നമ്പർ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാം വെബ്സൈറ്റ് വഴി നമുക്ക് ട്രാക്ക് ചെയ്യാം. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നോക്കണം. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വല്ല ഫയൽ ഉണ്ടെങ്കിൽ അവരത് അറിയിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ ഇതിന് ഇത്രയും ചെയ്തതിന് നമുക്ക് എത്ര ഫീസാണ് ഇതിന് ഏകദേശം ഇതൊക്കെ ചെയ്യാൻ ചെലവ്? അതിനെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി. സ്റ്റേജ് 1 നമ്മള് ഇത് അയക്കുമ്പോ ഇപ്പോ കറന്റ്ലി $66 ആണ് അതിന്. $66 ആണ് ഈ അറ്റസ്റ്റേഷൻ. ഇതിപ്പോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞങ്ങളത് ഇടാം. അത് എന്തെങ്കിലും മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് കിട്ടും എത്രയാണ് ഫീസ് എന്ന്. പിന്നെ അത് കൂടാതെ അതിൻ്റെ ഒപ്പം $2 ICWF ഫീസും, പിന്നെ ഞാൻ മെയിൽ വഴി, ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺസുലേറ്റിൽ പോവാന്ന് വെച്ചാൽ ഇതൊക്കെ അപ്പൊ തന്നെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ ഞാൻ ദൂരെ ആയതുകൊണ്ട് ഞാൻ മെയിൽ വഴി അയക്കുക ചെയ്തത്. മെയിൽ വഴി അയക്കുകയാണെന്ന് വെച്ചാൽ റിട്ടേൺ മെയിലിന് വേണ്ടിയുള്ള $20 കൂടി അടയ്ക്കണം. ആൻഡ് ഇത് 3ഉം ഒന്നെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കാഷ്യേഴ്സ് ചെക്ക് ആയിട്ടോ അടയ്ക്കാൻ പറ്റുള്ളൂ. ഓൺലൈൻ പേയ്മെന്റോ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ചുള്ള പേയ്മെന്റ് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ കാഷ്യേഴ്സ് ചെക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം. നമ്മൾ ഈ ഫോംസ് എല്ലാം അയക്കൂല, അതിന്റെ ഒപ്പം ഈ ഡീഡിയും കൂടിയും വെച്ചിട്ട് അയച്ചാൽ മതി. അതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 ഫീസ് ഒന്നുമില്ല. നമ്മള് MHRDക്കും സ്റ്റേറ്റ് ഗവൺമെന്റിനും പാസ്പോർട്ട് ഓഫീസിനും അയക്കാനുള്ള നമ്മളുടെ ചെലവ് അത്രേ ഉള്ളൂ. അത് എത്ര വെച്ചാ. പിന്നെ തേർഡ് സ്റ്റേജില് US ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കണത് $120 ആയിരുന്നു. അതും ഇതേപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചേഞ്ച് വരും. വെബ്സൈറ്റിൽ ഇപ്പൊ കറന്റ്ലി ഇറ്റ്സ് $120. അത് ഇതേപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കാഷ്യേഴ്സ് ചെക്ക് ആയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒപ്പം വെച്ച് അയക്കാം. ആൻഡ് വീണ്ടും കോൺസുലേറ്റിലേക്ക് സ്റ്റേജ് 3 നോറിക്ക് ഇപ്പൊ കറന്റ്ലി $20 ആണ്. പിന്നെ ICWFന്റെ $2, $20 ഫോർ റിട്ടേൺ മെയിൽ. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഇത് 3 സ്റ്റേജിന്റെ ടോട്ടൽ $250. അതെ അതെ, എല്ലാം കഴിയും. 250 എത്തില്ല, അപ്പൊ അതാണ് ഫീസ്. പിന്നെ ഇനി ഇത് നമ്മളിപ്പോ അപ്ലൈ ചെയ്ത് എത്ര നാള് ഇത് വെയിറ്റ് ചെയ്യും? ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിന് എത്ര നാള് പിടിച്ചു? ഫസ്റ്റ് സ്റ്റെപ്പിന് ഫസ്റ്റ് സ്റ്റേജ് പെട്ടെന്ന് കിട്ടി. വിത്തിൻ എ വീക്ക് സാധനം തിരിച്ചു കിട്ടി. സെക്കൻഡ് സ്റ്റേജ് രണ്ട് സ്ഥലത്തും കിട്ടാനുണ്ടായിരുന്നു. അതെ, MHRDയുടെ എനിക്ക് വിത്തിൻ 2 വീക്സ് കിട്ടി. പാസ്പോർട്ട് ഓഫീസും പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിനുള്ളിൽ കിട്ടി. അത് ഇമെയിൽ വഴി അയച്ചുകൊണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ആവറേജ്, ഞാൻ എന്റെയും വേറെ ആൾക്കാരുടെ ഒക്കെ സംസാരിച്ചത് വെച്ചിട്ട് ഒരു വിത്തിൻ 3 വീക്സ് കിട്ടേണ്ടതാണ്. വിത്തിൻ 3 വീക്സ് നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല വെച്ചാൽ ഇറ്റ്സ് ബെറ്റർ ടു കോൺടാക്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനെ ഡിലേ വന്നിരുന്നു സെക്രട്ടേറിയറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൺടാക്ട് ചെയ്തിരുന്നു, ഒരു മെയിൽ ത്രൂ അല്ലെ, ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വിത്തിൻ എ വീക്ക് ഇമെയിൽ കിട്ടി എനിക്ക്. പിന്നെ ഫിസിക്കൽ കോപ്പി മെയിലിൽ വരാൻ വീണ്ടും ഒരു 2 ആഴ്ച പിടിച്ചു. ഫസ്റ്റ് 2 സ്റ്റേജിന് നമുക്കൊരു ആവറേജ് ഒരു 3-4 മാസം പിടിക്കാം. പിന്നെ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, അതിന്റെ റിപ്ലൈ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ആവറേജ് 8 months ആണ് പറയുന്നത്. അതെ, 6 to 1 yearനുള്ളിലേക്കാണ്
6 months ഏകദേശം to 1 year. അത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഉം. അതാണ് മെയിൻ ആയിട്ടുള്ള പേപ്പർ. അത് കിട്ടിയാൽ എന്ത് ചെയ്യും? വാട്ട് നെക്സ്റ്റ്? What വേവർ കയ്യിൽ കിട്ടിയ വേവർ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇപ്പോ ജെ വിസയിലുള്ളവർക്ക് H1B മാറാം, അല്ലെങ്കിൽ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബി അല്ല വേറെ വിസ ചേഞ്ച് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ്. ചിലർക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ല, കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പൊ അമൂല്യക്ക് ഒരു ജോബ് കിട്ടുക ജോബിലേക്ക് H1Bയിലേക്ക് മാറാൻ പറ്റും. അതിനൊക്കെ ഈ വേവർ ചോദിക്കും. ഇപ്പൊ സ്റ്റുഡൻസ് എഫ് വിസ വരുന്നവർക്ക് ഈ OPT കിട്ടുന്ന പോലെ തന്നെയാണ് J1കാർക്ക് ഈ വേവർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിതുകൊണ്ട് ഉപകാരം J2 ഡിപ്പെൻഡന്റിന് ഇതിൽ ഉപകാരമുള്ളത്, എനിക്കും ഇത് വെച്ചിട്ട് H1Bയിലേക്ക് ഇപ്പോൾ കോളേജ് സ്പോൺസർ ചെയ്യാച്ചാൽ H1Bയിലേക്ക് മാറാൻ പറ്റും. അതിനും ഇത് ആവശ്യം തന്നെയാണ്. പിന്നെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഏട്ടന് സെപ്പറേറ്റ് ആയിട്ട് J1 വേവർ അപ്ലൈ ചെയ്യണ്ട. എനിക്ക് വേവർ കിട്ടിയാൽ ഇറ്റ്സ് ഈക്വലന്റ്. ഫാമിലിയിൽ എന്റെ ഡിപ്പെൻഡൻസിന് J2ലുള്ള എല്ലാവർക്കും വേവർ കിട്ടിയ ഫാമിലി എല്ലാവരും ഉദ്ദേശിച്ചല്ല, നമ്മുടെ J2 ആയിട്ട് ഒപ്പം വന്നിട്ടുള്ള അതെ, J2 ആയിട്ടുള്ള ഡിപ്പെൻഡൻസിനും ഈ വേവർ എനിക്ക് കിട്ടിയ വേവർ അപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ വേവർ നമ്മൾ J1 ജനുവരി 2023 എത്തി. ഇപ്പൊ എത്ര മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേവർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? അത് വന്നപ്പോ തന്നെ നമുക്ക് ഉടൻ തന്നെ വേവർ അപ്ലൈ ചെയ്യാൻ പറ്റും? J1 നമ്മൾ US വന്നപ്പോ തന്നെ നമുക്ക് വേവർ അപ്ലൈ ചെയ്യാൻ പറ്റും? അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ അത് ഓരോ ആൾക്കാരിൽ അത് കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് എന്താ വെച്ചാ ഈ വേവറിന്റെ ഡൗൺ സൈഡ് എന്താ വെച്ചാൽ, വേവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇപ്പോ അടുത്ത 6 മാസത്തിനുള്ള എന്റെ ജെ വിസ തീരുകയാണെന്ന് വെക്കുക. ഞാൻ ഈ J1 വിസ വേവർ പ്രോസസ്സിംഗ് US അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 3rd സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിസ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ, നമ്മൾ ഒരു ജോബ് അപ്ലൈ ചെയ്യാറായി ഒരു H1Bയിലേക്ക് മാറാൻ ഒരു പ്ലാൻ ഉള്ളപ്പോഴാണ് സ്റ്റേജ് 3 ചെയ്യാൻ പാടുള്ളൂ. ബട്ട് സ്റ്റേജ് 1 ഉം 2 നമുക്ക് എപ്പോ വേണമെങ്കിൽ ചെയ്യാം. സ്റ്റേജ് 1 ഉം 2 അപ്പോൾ ടൈം എടുക്കണോണ്ട് സ്റ്റേജ് 1 ഉം 2 നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാം. തേർഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? അപ്പൊ ഇതിലൊരു ഉപകാരം ഞങ്ങൾക്കിപ്പോ 5 ഇയർ കിട്ടി. അതൊരു തരത്തിലെ ഒരു ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പൊ ഒരു 6 മാസം ഡിലേ വന്നാലും വേവർ കിട്ടാൻ വൈകിയാലും നമുക്ക് എക്സ്പയർ ആയി പോകാൻ പോകണില്ല. അപ്പൊ അതാണ് ഇപ്പൊ 1 ഇയർ ഒക്കെ ഉള്ളവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ? 1 ഇയർ J1 ഒക്കെ കിട്ടുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് ടൈമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ വെച്ചാൽ വെയിറ്റ് ചെയ്തിട്ട് എക്സ്റ്റൻഷൻ കിട്ടിയതിന് ശേഷം സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യാണ് നല്ലത്. സ്റ്റേജ് 1 ഉം 2 നമുക്ക് എപ്പോ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എത്രയും വേഗം J1 ഏകദേശം കയ്യിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയർ ഉള്ള സമയത്ത് വേവർ അപ്ലൈ ചെയ്യാണ് നല്ലത്, ബെറ്റർ. ടെൻഷൻ ഉണ്ടാവില്ല. സ്റ്റേജ് 1 ഉം 2 ഉം നേരത്തെ അപ്പോൾ സ്റ്റേജ് 1 ഉം 2 ഉം നേരത്തെ ചെയ്തു വെക്കുകയാണ് നല്ലത്. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ്സിന്റെ ഡിലേ നമുക്ക് വരില്ല. സ്റ്റേജ് 1 ഉം 2 ഉം കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴാണോ വിസ ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉള്ള ആ ഒരു ടൈം ലൈൻ വെച്ചിട്ട് 3rd സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിനൊരു എക്സ്പയറി ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇപ്പോ ഇക്കൊല്ലം ആണ് സ്റ്റേജ് 1 ഉം 2 ഉം കഴിഞ്ഞ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയച്ചാ അതൊരു അടുത്തൊരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജ് 3 അപ്ലൈ ചെയ്യണേച്ചാലും ഇത് എക്സ്പയർ ആവില്ല. ശരി. അപ്പൊ എപ്പോഴും ബെറ്റർ അങ്ങനെയാണ്. നമ്മൾ 3rd സ്റ്റേജ് തുടങ്ങുമ്പോൾ മാത്രം നമ്മുടെ കയ്യിലൊരു 6 മന്ത് ഒക്കെ ഉള്ളൂ വെച്ചാൽ അപ്ലൈ ചെയ്യാതിരിക്കുക നല്ലത്. നമ്മൾ മാക്സിമം J1 തന്നെ എക്സ്റ്റൻഷൻ കിട്ടുമോ നോക്കുക. എക്സ്റ്റൻഷൻ കിട്ടിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1.5 ഇയർ to 2 ഇയർ ഉണ്ടെങ്കിൽ ജോബ് ഓഫർ കയ്യിലുണ്ടായി. ലൈക്ക് H1Bയിലേക്ക് മാറാനുള്ള പ്ലാൻ ആയിരിക്കണം. J എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ J1 വേവർ അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മളിപ്പോ നാട്ടിലേക്ക് പോയി, ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ ഇപ്പൊ അപ്ലൈ ചെയ്തു, നമ്മളിപ്പോ ഇനി അടുത്ത വർഷം നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില വിസ പ്രോസസ്സിലാകുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ പോണതിനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതിനെ എഫക്ട് ചെയ്യോ? ഇത് വേവർ പ്രോസസ്സ് സെപ്പറേറ്റ് ആണ്, വിസയുടെ ഇതല്ല. ഇപ്പൊ 5 വർഷം വിസ 5 വർഷമല്ല, ഇപ്പൊ നിങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വരണവരെ നിങ്ങളുടെ വിസ വാലിഡ് ആണെങ്കിൽ പോയി വരാം. പക്ഷെ വിസ വാലിഡ് അല്ല, വിസ ആ ഗ്യാപ്പിലാണ് വിസ എക്സ്പയർ ആവണ വെച്ചാ അത് there could be some issues. അപ്പൊ എല്ലാ വിസ പെർഫെക്റ്റ് ആക്കണം, എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റേജ് 1 നും 2 നും നമ്മൾക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. സ്റ്റേജ് 3 പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ J1 എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, വിസ ടൈപ്പ് മാറ്റാൻ പറ്റില്ല, വേവർ കിട്ടണ വരെ എക്സ്റ്റൻഷൻ കിട്ടില്ല.
ഇത് ശരിക്ക് എനിക്ക് എഫക്ട് ചെയ്യണത് എന്താ വെച്ചാൽ ഇപ്പൊ ഓൾറെഡി EAD 2 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വേവർ കിട്ടിയ ശേഷം EAD ചിലപ്പോൾ എക്സ്പയർ വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ല, അത് ഓൾറെഡി 5 വർഷം എനിക്ക് മാക്സിമം പറ്റുള്ളൂ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഞാൻ പുതിയ ഡീറ്റെയിൽ എങ്ങനെ പറയാം. ഞങ്ങൾക്ക് വേവർ കിട്ടിയിട്ട് എന്താണ് അടുത്ത കാര്യങ്ങളെന്ന് ഞങ്ങൾ പറയാം. എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോ തന്നെ പുതിയതൊരെണ്ണം ചെയ്യാം. ഇപ്പം ഞങ്ങൾ ഈ കറൻ്റ്ലി ഇപ്പോൾ വേവർ പ്രോസസ്സിങ്ങിലാണ്. ജസ്റ്റ് 2 വീക്ക് മുമ്പാണ് ഞങ്ങൾ ലാസ്റ്റ് 3rd സ്റ്റേജ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇനി ഇപ്പോൾ ഏകദേശം ഞങ്ങൾ മാക്സിമം 1 ഇയറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. 1 ഇയറിനുള്ളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 6 to 1 ഇയറിൻ്റെ ഉള്ളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കണേ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് ചെയ്യണോണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അനുസരിച്ചിട്ട് അപ്ഡേറ്റ് നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ അറിവുകൾ. ഞങ്ങളിപ്പോൾ അപ്ലൈ ചെയ്ത ലെവലിലുള്ള അറിവുകൾ. ഇതിനി ജേവണിലെ പല കാറ്റഗറികൾക്കും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ നമ്മുടെ പ്രസന്റ് കാറ്റഗറിയെ കുറിച്ച് ഇപ്പോൾ ഒരു സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ് അതുപോലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ഡോക്ക് എന്നുള്ളവർക്ക് ഉള്ള മാത്രം നമുക്കുള്ള ഒരു അനുഭവം ഉള്ളൂ. ബാക്കിയല്ല പലവരും പലതാണെന്ന് അറിയാം. ഈ ഒരു പോസ്റ്റുകൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? നമുക്ക് വേറെ വേവറിൻ്റെ ബന്ധപ്പെട്ട് നമുക്ക് കറക്റ്റായിട്ടെല്ലാം നമ്മുടെ ടൈം ലൈൻ അനുസരിച്ചെല്ലാം പ്ലാൻ ചെയ്യുക. അത്രേ എനിക്ക് പറയാം. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ശരി.